കൂടെ വരാൻ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത 2 ഫ്രണ്ട്സിൻ്റെയും ഗ്രാൻഡ് ഫാദർ അതേസമയം മരിക്കുക, ഒരാൾ തെന്നി വീണ് കാലൊടിഞ്ഞ് കിടക്കുക, ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രെയിനേ ക്യാൻസലായി പോവുക, അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടും അതാ ഞാൻ ലാസ്റ്റ് ആ ട്രിപ്പിന് പോവുകയാണ്. ഇനി എന്താണ് വരാനുള്ളതെന്നൊക്കെ വഴിയേ കാണാം. ഹലോ, സോ യെസ്, നെക്സ്റ്റ് ട്രിപ്പിലാണ്. ഇപ്പം ഞാൻ പോകാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ്. ഉത്തരാഖണ്ഡിൽ 12,500 ഫീറ്റിലെ ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം കേദാർകാന്ത ട്രക്ക് എന്ന് പറയുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ട്രക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാനപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലാണ് കേട്ടോ. ഡൽഹിയിലുള്ള നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് AC ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ അപ്പോൾ ഒന്ന് കയറി ഫ്രഷായി കുളിച്ചതിന് ശേഷം ഞാനിപ്പോൾ ജസ്റ്റ് വെളിയിലോട്ടൊന്ന് വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പുറത്തിറങ്ങണം, ഫുഡ് കഴിക്കണം, അതിനുശേഷം ഡെറാഡൂണിലേക്ക് പോകണം. 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ട്രെയിൻ കിട്ടും. ട്രെയിൻ വേണമെങ്കിൽ ഈ ഒരു ടൈം അനുസരിച്ച് ഇപ്പം 6:30 ആയി രാത്രിയിൽ. അപ്പോൾ ഇനി ട്രെയിൻ ഉള്ളത് ഓൾഡ് ഡൽഹിയിൽ നിന്നൊരു ട്രെയിൻ ഉണ്ട് രാത്രി 10:30. അത് രാവിലെ 8:30 സംതിങ് ആണ് ഡെറാഡൂണിൽ എത്തുന്നത്. ഒന്നെങ്കിൽ അതിന് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നാൽ ലോക്കൽ ട്രാൻസ്പോർട്ടും അതുപോലെ സ്ലീപ്പറും അങ്ങനെയുള്ള പല ബസ്സുകൾ ഡെറാഡൂണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നോക്കി നമ്മൾ ഡെറാഡൂണിലേക്ക് പോകുന്നതാണ് ഇനി നെക്സ്റ്റ് പ്ലാൻ. നമ്മളിപ്പോൾ പോകുന്ന കേദാർകാന്ത ട്രക്കിൻ്റെ ബേസ് ക്യാമ്പ്, അതായത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാംഗ്രി എന്നുള്ളൊരു സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ ആ സാംഗ്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറാഡൂണിൽ പോകുന്നത്. ഡെറാഡൂണിൽ നിന്നാണ് സാംഗ്രിയിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫ്രഷ് ഒക്കെ ഇറങ്ങിയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് കാശ്മീരി ഗേറ്റിൽ എത്തണം കേട്ടോ. കാശ്മീരി ഗേറ്റിൽ നിന്നാണ് നമുക്ക് ഡെറാഡൂണിലോട്ടുള്ള ബസ് കിട്ടുക. പക്ഷേ കാശ്മീരി ഗേറ്റ് ഇവിടെ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നിസാമുദ്ദീൻ്റെ തന്നെ മെട്രോ സ്റ്റേഷനുണ്ട്. പക്ഷെ നമ്മൾ റൂട്ട് ചോദിക്കുന്ന ആരും കൃത്യമായിട്ട് വഴി പറഞ്ഞു തരത്തില്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഒരു 2 റൗണ്ട് ചുറ്റി. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ കയറി. യെസ്, ബട്ടർ ചിക്കൻ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഞാനും ദാ വരുന്നു. താങ്ക് യു. ഓ യെസ്, ഇനി ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി കേട്ടോ. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ കയറി ചാന്ദ്നി ചൗക്ക് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം അവിടുന്ന് ഒരു 700 മീറ്റേഴ്സും കണ്ട് നടന്നാൽ നമുക്ക് കാശ്മീരി ഗേറ്റ് എത്താം. അവിടെ നിന്നാണ് നമുക്ക് ഡെറാഡൂണിലേക്ക് എന്തൊക്കെ ടൈപ്പ് ബസ് ഉണ്ടെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പോൾ അത്രയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മൾ കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. ഡൽഹി മെട്രോ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തത് നമ്മുടെ നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷനിൽ ചെല്ലുക, ടിക്കറ്റ് എടുക്കുക. 40 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. അതും എടുത്ത് നമ്മൾ മെട്രോ കയറും. നമ്മൾ കാശ്മീരി ഗേറ്റിലോട്ടുള്ള മെട്രോ കയറും. ഡയറക്റ്റ് കാശ്മീരി ഗേറ്റിലോട്ടല്ല ഉള്ളത്, നമ്മൾ ലജ്പത് നഗർ എന്നുള്ളൊരു സ്റ്റേഷനിലേക്കുള്ള മെട്രോ ആണ് ഫസ്റ്റ് പിടിക്കുന്നത്. ആ മെട്രോയിൽ ലജ്പത് നഗറിൽ ഇറങ്ങിയതിന് ശേഷം വയലറ്റ് ലൈൻ നോക്കി അതായത് ഇങ്ങനെ പലയിടത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് വയലറ്റ് ലൈൻ എന്നുള്ളത്. അത് നമ്മൾ ട്രേസ് ചെയ്ത് വേണം നമ്മുടെ നെക്സ്റ്റ് മെട്രോ പിടിക്കാനായിട്ട്. അതായിരിക്കും നമ്മളെ കാശ്മീരി ഗേറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ കാശ്മീരി ഗേറ്റിലേക്ക് 2 മെട്രോ മാറി വേണം കയറാനായിട്ട്. പക്ഷേ ഒരു പ്രാവശ്യം എടുത്താൽ മതി കേട്ടോ. ആ ഒറ്റ ടിക്കറ്റിലായിരിക്കും നമ്മൾ ഇത്രയും വരുന്നത്. 40 രൂപയാണ് നിസാമുദ്ദീനിൽ നിന്നും നമ്മുടെ എവിടോട്ടാ കാശ്മീരി ഗേറ്റ് വരെയുള്ള മെട്രോ ചാർജ് വരുന്നത്. കാശ്മീരി ഗേറ്റ് മെട്രോ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മൾ ISBT ബസ് സ്റ്റേഷനിലെത്തും. അവിടെ നിന്നും ഡെറാഡൂണിലേക്ക് ബസ്സസ് അവൈലബിൾ ആണ്. അപ്പം ഇതൊരു നോർമൽ ലോക്കൽ ബസ്സാണ്, പുഷ് ബാക്ക് സീറ്റോ കാര്യമോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ ബസ് എടുത്തു ഡെറാഡൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ രാവിലെ 4:30 ആയപ്പോഴത്തേനും നമ്മൾ ഡെറാഡൂണിലേക്ക് വന്നു.
ഡെറാഡൂൺ ബസ് സ്റ്റാൻഡിൻ്റെ തന്നെ ഫ്രണ്ടിലായിട്ടായിരിക്കും നമ്മളെ ബസ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരു ചായ കുടിച്ചു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ 14 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. പക്ഷേ നമ്മൾ സംഗ്രിയിലേക്ക് എത്തുമ്പം ഇന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് എത്താൻ പോകുന്നത്. എങ്ങനെ നമ്മുടെ ബോഡി അഡാപ്റ്റ് ആവും, നമ്മളെങ്ങനെ അവിടെ സർവൈവ് ചെയ്യുന്ന ഒരു രക്ഷയില്ല. പക്ഷേ സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇതൊരു പാക്കേജാണ് കേട്ടോ. അതായത് ഈ കേദാർകന്ദ ട്രെക്ക് നമ്മളൊരു പാക്കേജ് വഴിയാണ് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം, എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. പർവതി എക്സ്പെഡിഷൻ എന്ന് പറയുന്ന ഒരു ടീമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ തന്നെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്യും സംഗ്രിയിലേക്ക് പോകാനായിട്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ലോക്കൽ ബസ് കിട്ടും. 8 മണി, രാവിലെ 8 മണി വരെ ലോക്കൽ ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ് സംഗ്രിയിലേക്ക്. 1-2 ബസ്സുകളുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരോട് പറയുവാണെങ്കിൽ ഇവർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്കായിരിക്കും വരുന്നതെന്നും പറഞ്ഞ് ഞാനിപ്പോൾ ഡ്രൈവറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടോട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഇവിടെ വാഷ്റൂം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വാഷ്റൂം ഉണ്ട് ഡെറാഡൂൺ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഫ്രഷായി ഒരു ലെയർ പാൻറ്റൂടൊക്കെ ഒന്ന് എടുത്തിട്ട്, കാരണം ഇപ്പം വലിയ കുഴപ്പമില്ല. കാരണം ഇന്നലെ നമ്മൾ വന്നപ്പോൾ ട്രെയിനിൽ രാത്രി ഭയങ്കര തണുപ്പായിരുന്നു, തീരെ സഹിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു ഇനിയിപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെ -ഡിഗ്രിയിലോട്ടൊക്കെ പോകുമ്പം എന്ത് ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർഡാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉള്ള ഡ്രസ്സൊക്കെ തന്നെ 2-3 ലെയറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകെ കാണാം. എന്തായാലും ഡെറാഡൂണിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡെറാഡൂണിൽ സാംഗ്രിക്ക് പോകാനായിട്ട് വണ്ടി കയറിയിരുന്നു. ഇത് പർവതി എക്സ്പെഡിഷൻ എന്ന് പറയുന്ന ഒരു ടീമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അവരുടെ ടീം തന്നെ വിട്ട ഒരു വണ്ടിയാണ്. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരണമായിരുന്നു കേട്ടോ. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലായിരുന്നു ഇറങ്ങിയത്. അവിടുന്ന് ഒരു ഷെയർ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 200 or 300 മീറ്റേഴ്സ് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെയാണ് പിക്കപ്പ് പോയിന്റ് പോലെ അവർ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പം ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കയറി നമ്മൾ 3 പേരേ ഉള്ളൂ ഇപ്പോൾ. നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഫുള്ളായിട്ടായിരിക്കും അവരെടുക്കുക. അവരുടെ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിനിപ്പോൾ ഒരു 200-250 കിലോമീറ്റർ സംതിങ് ഉണ്ട് ഡെറാഡൂണിൽ നിന്ന് സാംഗ്രി വരെ. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ 4 o'clock സംതിങ് ആണ് അവർ അവിടെ എത്തുക എന്നാണ് ആൾ പറഞ്ഞത്. നേരത്തെ എത്തുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിയിൽ കാണിച്ചു തരാം. യെസ്, അപ്പോൾ ഉത്തരാഖണ്ഡിലെ തന്നെ ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മുസോരിയിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. നമ്മൾ പർവതി എക്സ്പെഡിഷൻ്റെ വണ്ടി തന്നെയാണ് പോകുന്നത്. ആ പറയുന്ന ക്യാമ്പിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്, ക്യാമ്പ് സൈറ്റിലോട്ട്, അതായത് സംഗ്രിക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന റൂട്ട് മുസോരി വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പം മുസോരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ഉത്തരാഖണ്ഡിലെ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. ഇതിൻ്റെ ഹിൽ സ്റ്റേഷൻ ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പം സ്നോ പീക്ഡ് മൗണ്ടൻസും അതുപോലെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് മുസോരി. നല്ല രസമുണ്ട്. വരുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ ഫുള്ളിങ്ങനെ ഹെയർപിൻ കേർവ്സ് കയറിയാണ് വരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സിക്കാണ്, ഇടയ്ക്കിടെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഒക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരിടത്ത് നിർത്തിയേക്കുവാണ്. ഇപ്പോൾ സമയം 9:30 വലിയ തണുപ്പില്ല. നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഉള്ള തണുപ്പ് അത്രേ ഉള്ളൂ. വലിയ കുഴപ്പമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണ്. കൊള്ളാം, രസമുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വന്ന വണ്ടിയുണ്ട്. നമ്മുടെ ലഗേജ് എല്ലാം മുകളിൽ കെട്ടിവെച്ചു. എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പം ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ ബ്രേക്ക് എടുത്തിട്ട് ഇനിയിപ്പോൾ ബാക്കി കണ്ടിന്യൂ ചെയ്യും.
ഈ കാണുന്ന പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടിൽ കൂടെ ആയിരുന്നു നമ്മൾ ഹോൾ ഈ ഒരു ജേണി പോയിക്കൊണ്ടിരുന്നത്. റോഡ് അത്ര നല്ല കണ്ടീഷനിലല്ലായിരുന്നു, എല്ലായിടത്തും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ലാൻഡ് സ്ലൈഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. കാരണം ഈ ഫുള്ളും മലകളുടെ സൈഡിൽ കൂടെ ആണല്ലോ നമ്മൾ ഈ റോഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ഇങ്ങനെ വീഴാനായിട്ട്, അതായത് വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ഇടയ്ക്ക് റോഡിൽ വീണ് കിടക്കുന്ന കാണാമായിരുന്നു. അങ്ങനെ പ്രോൺ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്യാബ് പോലെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നിർത്തിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഫുഡ് കഴിക്കാനായിട്ടും. അതല്ലാതെ നമുക്കൊന്ന് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ നിർത്തി തരുമായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ തന്നെ വേറെ 4 പേരൂടെ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും എത്തിയ 4 പേരാണ്. അവരും ഈ കേദാർകാന്ത് ട്രെക്കിങ്ങിന് വേണ്ടി ഈ സെയിം പാക്കേജ്, പർവ്വത് എക്സ്പെഡിഷൻ എന്ന സെയിം പാക്കേജ് എടുത്തവരാണ്. അപ്പം ഇനി ഹോൾ ട്രെക്കിലും കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ ഈ 7 പേരാണ് ഇൻ ടോട്ടൽ ഉണ്ടാവാൻ പോകുന്നത്. അവരും നൈസായിരുന്നു, വർക്ക് ചെയ്യുന്നവരാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ ഒരു അടിപൊളി ആൾക്കാരായിരുന്നു ആ 4 പേരും. അപ്പോൾ നമ്മളിങ്ങനെ കമ്പനി അടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഇനി ഉള്ള ജേണിയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത്. യെസ്, അപ്പോൾ നമ്മൾ സംഗ്രയ്ക്കുള്ള റൂട്ടിലാണ് കേട്ടോ. ഇനിയൊരു 1-2 hours കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ 1:30 നമ്മുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടുന്നുണ്ട്, കണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകുന്നു. 2-3 പ്രാവശ്യമായി ഇപ്പോൾ. അപ്പോൾ വീണ്ടും വണ്ടി നിന്നപ്പം ഇതാ ഇങ്ങനെ ഒരു സ്പോട്ടിലാണ് നിന്നത്. യെസ്, അപ്പോൾ ഇവിടെ വണ്ടി നിന്നപ്പോഴത്തേനും ഞങ്ങൾ ഒന്ന് ഇറങ്ങി, ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്യായിരുന്നു. നല്ല രസമുണ്ട്. വരുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇന്നലെ ആണെങ്കിലും നമ്മൾ അധികം ഉറങ്ങാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു ടയർഡ്നെസ് ഉണ്ട്. പിന്നെ ഈ ഭയങ്കര ഹെയർ പിൻ കേഴ്സ് പോലാണല്ലോ, ഭയങ്കര റെക്ലെസ് ഡ്രൈവിങ്ങും ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റേതായിട്ടൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. പക്ഷെ കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൂടെ കഴിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നല്ല വിശപ്പും ഉണ്ട്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നുകൊണ്ടിരുന്ന വണ്ടി ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ രക്ഷയില്ലാതെ നമ്മൾ വേറൊരു വണ്ടിയിലേക്ക് ലഗേജും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളും അതിലേക്ക് ഷിഫ്റ്റായി. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഒരു വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്മൂത്തായിട്ട് നമ്മളുടെ സാംഗ്രി വരെ എത്തി. അങ്ങനെ സാംഗ്രിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ദൂരെയായിട്ട് മഞ്ഞുമലകൾ വിസിബിളായി വരുന്നുണ്ട്. ഒബ്വിയസ്ലി സാംഗ്രിയിൽ എത്തുമ്പോഴത്തേനും മഞ്ഞുമലകൾ കാണണമല്ലോ. കാരണം നമ്മൾ ആ ഒരു മഞ്ഞുമല കയറാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എന്ത് പറ്റി മഞ്ഞുമലകൾ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതാ ദൂരെയായിട്ട് കാണുന്നുണ്ട്. ഇനി ഒരു ഫ്യൂ കിലോമീറ്റേഴ്സ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ സാംഗ്രിയിലെത്തും. ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് ആ ഒരു ഫസ്റ്റ് വ്യൂ ഓഫ് മലകളൊക്കെ കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. യെസ്, അങ്ങനെ ദാ ബേസ് ക്യാമ്പിലെത്തി കേട്ടോ. സംഗ്രിയിലെത്തി. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം 4:30-5 മണിയായി. ഇപ്പോഴാണ് ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം നമ്മൾ സംഗ്രിയിലെത്തിയിരിക്കുകയാണ്. യേ 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 യേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ സ്റ്റേഡ് അങ്ങോട്ടേക്ക്, ബേസ് ക്യാമ്പിലെ സ്റ്റേഡ് അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ പെട്ടിയെല്ലാം എടുത്തു, ഇനി പതുക്കെ അങ്ങോട്ടേക്ക് നടക്കണം. ഇപ്പോൾ ദാ ഇങ്ങനെ മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സംഗ്രിയിലേക്ക് അടുത്തപ്പോൾ തന്നെ മഞ്ഞുമലകൾ ഇങ്ങനെ അങ്ങിങ്ങായിട്ട് കാണാമായിരുന്നു. സോ എക്സൈറ്റഡ്. യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന് ബാഗൊക്കെ ഒന്ന് താഴെ വെച്ച് കേട്ടോ. അപ്പം ഞങ്ങളുടെ റൂം കാണിച്ചിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു റൂം തന്നു. ബാക്കി 4 പേരൂടെ ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അവർക്ക് വേറൊരു സെപ്പറേറ്റ് റൂമും കൊടുത്തു. ഇവിടുത്തെ ഫുൾ കംപ്ലീറ്റ് വ്യൂ കാണിച്ചു കേട്ടോ. അടിപൊളിയാണ്. ഇതാണ് നമ്മൾ പുറത്തു നിന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. കണ്ടോ, മഞ്ഞുമലകളൊക്കെ അങ്ങൊന്ന് കാണാൻ പറ്റും. യെസ്,
ഇതാണ് നമ്മുടെ റൂം, അതാണ് സെക്കൻഡ് റൂം. നമ്മുടെ റൂമിൽ 4 വിശാലമായ ബെഡുകൾ. 4 ബെഡുണ്ട്. സെറ്റാണ്, വുഡനാണ്. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്, വലിയ തണുപ്പില്ല ഉള്ളിലേക്ക്. യെസ്, നല്ല വൈബാണ് കേട്ടോ. ഇതാണ് അപ്പം നമ്മുടെ ഒരു കോട്ടേജ്. സംഗ്രിയിലാണ്. സംഗ്രി ഇപ്പോൾ ഉള്ള സിറ്റുവേറ്റ് ചെയ്യുന്നത് 6450 ഫീറ്റിലാണ്. നമ്മളപ്പം കേദാർകാണ്ട് ട്രെക്ക് ചെയ്ത് പോകുന്നത് 12,500 ഫീറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയിലേക്കാണ് നമ്മളിനി നാളെ തൊട്ട് ട്രെക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട്ഡോർ സ്പേസ് പോലെ ഉണ്ട്, അവിടെ പോയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഫസ്റ്റ് ലുക്ക്. ഞങ്ങൾ ജസ്റ്റ് വന്നു, ബാഗ് താഴെ വെച്ചു, ഒന്ന് ഫ്രഷനപ്പ് ആവാനായിട്ടുള്ള സമയമുണ്ട്. ബാത്റൂമൊക്കെ താഴെ കോമൺ ആണ്, 2-3 ബാത്റൂംസ് ആയിട്ടൊക്കെ ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഇനിയിപ്പം 6 മണിയാകുമ്പോഴത്തേന് ഇവർ നാളെ ട്രെക്കിങ്ങിനെ കുറിച്ചുള്ള ചെറിയ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാം. അപ്പോൾ ഇന്ന് ഫുൾ റെസ്റ്റാണ്, കാരണം ഓൾറെഡി നമ്മളിപ്പം 7th തുടങ്ങിയ യാത്രയാണ്. ഇന്നിപ്പം 10th ആയി. ഇന്ന് ഈവനിങ് വരെ ഫുൾ യാത്രയായിരുന്നു. അപ്പം അതിൻ്റെതായ ടയർഡ്നെസ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഉറങ്ങി തീർക്കണം ഇന്ന് രാത്രി. ഇപ്പം ഇവിടെ 9 ഡിഗ്രിയാണ് കേട്ടോ ടെമ്പറേച്ചർ. വലിയ കുഴപ്പമില്ല, നമുക്ക് സർവൈവ് ചെയ്യാമെന്നുള്ളൂ. അത്ര വലിയ ഫീൽ ചെയ്യുന്നില്ല തണുപ്പായിട്ടൊന്നും, ഓക്കെയാണ്. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേദാർകാന്ത ട്രെക്കിൻ്റെ മാത്രമല്ല ബേസ് ക്യാമ്പ്. ഈ കാണുന്ന പോലെ കുറേ ട്രക്കുകൾക്കുള്ള ബേസ് ക്യാമ്പാണ്. കണ്ടോ, കേദാർകാന്ത ഉണ്ട്, ഹർക്കീതൻ ട്രക്ക്, അങ്ങനെ കുറേ ബാലിപാസ് ട്രക്ക്, ബ്രഹ്മതാൽ ട്രക്ക്, അങ്ങനെ കുറേ ട്രക്കിൻ്റെ ബേസ് ക്യാമ്പാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ കേദാർകാന്ത മാത്രമല്ല, മേ ബി വേറെ പല ട്രക്കിങ്ങും ചെയ്യാനായിട്ടും വരുന്നവരുണ്ട്. ഓൾസോ ദാറ്റ് മീൻസ് ഈ ഒരു ചുറ്റിനും കാണുന്ന മലകളെല്ലാം ട്രക്ക് ചെയ്യാൻ പോസിബിളായിട്ടുള്ള മലകളാണ് എന്നാണ് അതിൻ്റെ സൂചന. സോ നമുക്കിത് കയറിയിട്ട് വേണം ഓരോന്നായിട്ട് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ട്രൈ ചെയ്യാൻ. യെസ്, എല്ലായിടത്തും മഞ്ഞ് കാണുന്നുണ്ട്. ഓ, പൊളി. നല്ല തണുപ്പുള്ളിടത്ത് ചെല്ലുമ്പോൾ ചൂടോടെ എന്ത് കിട്ടിയാലും ഒരു പ്രത്യേക സ്വാദാണ്. അങ്ങനെ നമ്മുടെ ഡിന്നർ ടൈമായി അവർ ഫുഡെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓടിച്ചെന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തണുത്തു പോകും. അപ്പോൾ നമ്മൾ ചൂടോടെ ചപ്പാത്തിയും ബാജിയും അതുപോലെ ചോറ്, പരിപ്പ് കറി, അങ്ങനെ കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല സ്വാദോടെ ഇരുന്ന് കഴിക്കുകയാണ്. എന്നിട്ട് സുഖമായിട്ട് ഇന്ന് പോയി കിടന്ന് ഉറങ്ങാം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6:55 കേട്ടോ. ഇന്ന് 11th February. അതായത് നമ്മുടെ ട്രെക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ഞാൻ പല്ലൊക്കെ ഒന്ന് തേച്ചു. നല്ല ഫ്രീസിങ് കോൾഡായിരുന്നു, സ്റ്റിൽ അഡ്ജസ്റ്റ് ആയിരുന്നു. പുറകെ കണ്ടോ എൻ്റെ അമ്മോ, രാവിലത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. വൈകിട്ട് കണ്ട സെയിം വ്യൂ ആണ്, എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടോ, കുറച്ച് ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. മഴയാണ് ഇവിടെ, ഇന്നലെ തൊട്ട് നല്ല മഴയാണ്. ഇന്നാണേലും വെതർ ഫോർകാസ്റ്റ് പറയുന്നത് മഴയായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഒരു സീന്. പോഞ്ചോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ നനഞ്ഞു പോയാൽ പിന്നെ സീനാണ്. കാരണം എക്സ്ട്രാ ഡ്രസ്സൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇതിൻ്റെ അടിയിൽ ഞാനിപ്പോൾ ഒരു 3 ലെയർ ഓഫ് സ്വെറ്റ് ഷർട്ട് പോലെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു ജാക്കറ്റ് ഉണ്ട്. എന്നിട്ടും കാര്യമില്ല, കയ്യിൽ ഗ്ലൗസ് ഇടണം. പാൻറ് ഒരെണ്ണമേ ഇടുന്നുള്ളൂ. കാരണം ഓൾറെഡി മഴ ഉള്ളത് കൊണ്ട് നമ്മൾ ട്രെക്ക് ചെയ്ത് പോകുന്ന പാത്തെല്ലാം മടിയായിട്ട് കിടക്കുക. അതുകൊണ്ട് പാൻറ്റിലൊക്കെ ചെളിയാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ ഒത്തിരി പാൻറ് ഇട്ടിട്ട് എല്ലാം കൂടി ചെളിയാക്കുന്നതിലും ബെറ്റർ 2 പാൻറ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്, ട്രാക്ക് സ്യൂട്ട് വല്ലോ. എന്നിട്ട് അവിടെ ചെന്ന് ഇന്ന് നമ്മൾ ഒരു ബേസ് ക്യാമ്പിലോട്ടാണ് പോകുന്നത്. ജുഡാക്ക തലാബ് എന്നും പറഞ്ഞ് ഒരു ഫസ്റ്റ് ബേസ് ക്യാമ്പാണ്. അവിടേക്ക് ഒരു 5 to 6 കിലോമീറ്ററാണ് ട്രെക്കിംഗ് ഉള്ളത്. വലിയ ഒത്തിരി സ്ട്രെസ്ഡ് ട്രെക്കല്ല ഇന്നുള്ളത്. ഇന്ന് മഞ്ഞും കാണത്തില്ല. സെക്കൻഡ് ഡേ മുതലാണ് മഞ്ഞ് കാണാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് പ്ലാന്. രാവിലെ ഇപ്പോൾ എണ്ണീറ്റ് 8 മണിയാകുമ്പോഴാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ഇന്നലെ പറഞ്ഞത്.
അവരിപ്പം എഴുന്നേറ്റൊക്കെ വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഫുഡൊക്കെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എന്തായാലും ട്രക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ നമുക്ക് നോക്കാം പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് 8 മണിക്ക്. എന്തായാലും ഞാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ എക്സൈറ്റഡ് ആണ്. പക്ഷെ മഴ പെയ്യരുത് എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. കാരണം കുളമാവും, നമുക്ക് മഴ പെയ്താൽ ഒരു ബുദ്ധിമുട്ടാവും, തണുപ്പ് കൂടും, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓൾമോസ്റ്റ്. ബട്ട് ഇറ്റ്സ് കൂൾ. ഐ മീൻ ഇതിപ്പം സെറ്റായി ക്ലൈമറ്റ്, കുഴപ്പമില്ല, അങ്ങനെ വലിയ ഇതില്ല. ഗ്ലൗസ് ഇടാതെ തന്നെ ഞാൻ വിറയ്ക്കാതെ നിൽക്കുന്നു. സോ നമ്മൾ 2 ദിവസം, 3-ാമത്തെ ദിവസം കേദാർകാന്ത ടോപ്പിലെത്തും. ഇന്ന് നമ്മളിപ്പോൾ ഫസ്റ്റ് ബേസ് ക്യാമ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മോർണിംഗ് കാഴ്ചകൾ. സോ ഞാൻ നിങ്ങൾക്ക് ഈ ട്രെക്കിങ്ങിൻ്റെ പാക്കേജും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെ ഈ ട്രെക്കിങ്ങിലേക്ക് വന്നു എന്നൊക്കെയോടെ പറഞ്ഞുതരാം. ലൈക്ക് ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗീവ് അവേ ആയിട്ട് കിട്ടിയ ഒരു ട്രെക്കിംഗ് ആണ്. അതായത് ഇവരുടെ പർവതി എക്സ്പെഡിഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജുണ്ട്. അപ്പോൾ അവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടൊക്കെ അവരിങ്ങനെ ഇടയ്ക്ക് ഓരോ പേജസ് ഇങ്ങനെ ഗീവ് അവേ ഇടും. അതായത് ഫ്രീ ഗീവ് അവേ എന്ന് പറഞ്ഞൊക്കെ ഇടും. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ ഞാൻ വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുപോലും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാനേ അത് മറന്നു പോയപ്പം എനിക്കിങ്ങനെ ഇവരുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാണ് ഗീവ് അവേയിൽ വിന്നറായി, നിങ്ങൾക്ക് ഫ്രീ ട്രെക്കിംഗ്, കേദാർകാന്ത ട്രെക്കിംഗ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. സോ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം കേദാർകാന്ത കാശ്മീർ എന്നത് അവോയ്ഡ് ചെയ്ത് കേദാർകാന്ത എന്നാക്കാമെന്നുള്ള ഡിസിഷനിൽ വന്നത്. അപ്പോൾ ശരിക്കും അല്ലാത്തവർക്കുള്ള പാക്കേജ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ എനിക്ക് സിൻസ് എനിക്ക് ഗീവ് അവേ കിട്ടിയത് കൊണ്ട് എൻ്റെ ഈ പാക്കേജ്, അതായത് ഈ ട്രെക്കിംഗ് പാക്കേജ് ഫുൾ ഫ്രീ ആണ്. സംഗ്രിയിൽ എത്തിയാൽ സംഗ്രി ടു ട്രെക്ക് ചെയ്തിട്ട് തിരിച്ച് സംഗ്രിയിൽ എത്തുന്നിടം വരെ ഫുഡ്, അക്കോമഡേഷൻ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നെയായിരിക്കും നമ്മളെ ചിലവെടുക്കുന്നത്. ഞാനപ്പോൾ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുന്നവർക്കൊക്കെ എങ്ങനെയാണ് പാക്കേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സംഗ്രിയിൽ നിന്നാണ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡൽഹി എത്തി ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിൽ സംഗ്രിയിലേക്ക് നമ്മൾ നമ്മുടേതായ ട്രാൻസ്പോർട്ടേഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ സംഗ്രിയിൽ നിന്നും ഇവരുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 4500 ആണ് പാക്കേജ് വരുന്നത്. ആ പാക്കേജിനകത്ത് നമുക്ക് ഇവിടുത്തെ ഒരു ഗൈഡ് കാണും, ട്രക്ക് ലീഡർ കാണും. അപ്പോൾ ആളായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതുപോലെ നമുക്ക് സംഗ്രിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യും. എന്നിട്ട് ഇന്ന് നമ്മൾ ട്രെക്ക് ചെയ്ത് ജുഡാക്ക തലാബ് എന്നും പറഞ്ഞൊരു ബേസ് ക്യാമ്പിൽ പോവും. അവിടുന്ന് പിന്നെ അവിടെ ആയിരിക്കും ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നാളെ എന്നിട്ട് നമ്മൾ കേദാർകാന്ത ബേസ് ക്യാമ്പിൽ പോവും. അവിടെ ആയിരിക്കും മറ്റന്നാൾ സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് വെളുപ്പിനെ നമ്മൾ സൺറൈസ് കാണുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ കേദാർകാന്ത സബ്മിറ്റിലേക്ക് പോവും. എന്നിട്ട് അന്ന് സബ്മിറ്റ് കണ്ടിട്ട് സെയിം ഡേ തന്നെ നമ്മൾ തിരിച്ച് ജുഡാക്ക തലാബ്, ഇന്ന് നമ്മൾ പോകുന്ന ബേസ് ക്യാമ്പിലേക്ക് ഡയറക്റ്റായിട്ട് ട്രക്ക് ഡൗൺ ചെയ്ത് വരും. എന്നിട്ട് നെക്സ്റ്റ് ഡേ സംഗ്രിയിൽ വരും. എന്നിട്ട് ഇവിടുന്ന് ഡിസ്പേഴ്സ് ആണ്. ഇവിടെ നമുക്ക് പോകാം, ഡെറാഡൂണിലേക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഈ ഇത്രയും ദിവസങ്ങളിലുള്ള ഫുഡ്, സ്റ്റേ, പിന്നെ അവരുടെ കാര്യങ്ങൾ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ എക്സ്ട്രാ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. നമ്മുടെ ബ്ലാങ്കറ്റും അതെല്ലാം എടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ വിൻ്റർ വെയേഴ്സും എല്ലാം നമ്മൾ എടുക്കണം. അതെല്ലാം നമുക്ക് റെൻറ്റിന് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും അവർ പ്രൊവൈഡ് ചെയ്യും. ഷൂ ഒക്കെ നമുക്കില്ല എന്നുണ്ടെങ്കിൽ 500 രൂപയാണ് ഈ ട്രെക്കിന്, ഹോൾ ട്രെക്കിന് ഷൂവിന് ചാർജ് വരുന്നത്. അതുപോലെ ജാക്കറ്റ് വേണമെങ്കിൽ ജാക്കറ്റ് ഉണ്ട്. പോള്, കുത്തി നടക്കാനുള്ള ട്രക്ക് പോള് വേണമെങ്കിൽ അത് 200 രൂപ എങ്ങാണ്ടാണ്. അങ്ങനെ എല്ലാം നമുക്ക് കിട്ടും, റെൻറ്റിന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1 ടൈം ആണ് എല്ലാം മേടിക്കുന്നത് നഷ്ടമാണല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അങ്ങനെ എടുത്താലും മതി. സോ അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കേജ്. ബേസിക് പാക്കേജ് വരുന്നത് 4500. അതല്ല, നിങ്ങൾക്ക് ഡെറാഡൂണിൽ ഇന്നലെ ഞങ്ങൾ ഇവരുടെ തന്നെ ട്രാൻസ്പോർട്ടേഷനിലാണ് ഡെറാഡൂണിൽ നിന്ന് സംഗ്രിയിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഡെറാഡൂണിൽ നിന്ന് സംഗ്രിയിലേക്ക് ഇവർ തന്നെ കൊണ്ടുവരണം. നിങ്ങൾക്ക് ഡെറാഡൂൺ വരെ വരാൻ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ പാക്കേജ് 7500 ആവും. 4500 എന്നുള്ളത് 7500 ആവും. അതായത് 3000 രൂപ കൂടും. അന്നേരം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മാത്രമല്ല തിരിച്ച് നിങ്ങളെ ഡെറാഡൂണിൽ കൊണ്ടാക്കുകയും ചെയ്യും. അപ്പ് ആൻഡ് ഡൗൺ ആണ് ചാർജ് വരുന്നത്. 3000 രൂപ ഇൻക്രീസ് ആവും. വേണമെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഇവർ നിങ്ങളെ കൊണ്ടുവരികയൊക്കെ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ ട്രാൻസ്പോർട്ട് നോക്കിയിട്ട് അങ്ങനെ പോകേണ്ടി വരും. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചാർജസ് വരുന്നത്. പിന്നെന്താ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളത്? അപ്പോൾ ഇവരുടെ പർവതി എക്സ്പെഡിഷൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം. ഞാൻ അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഇവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇഫ് യു നീഡ്
നിങ്ങൾക്ക് ചോദിക്കാം. എന്തായാലും ഈ ട്രെക്കിങ്ങിനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയാം ഇവരുടെ സർവീസോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഓവറോൾ ഡീറ്റെയിൽസ് എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് വിൻ്ററോ അല്ലെങ്കിൽ ഇത് വിൻ്ററിൽ തന്നെ ചെയ്യണമെന്നും ഇല്ല കേട്ടോ ഈ കേദാർകാന്ത ട്രക്കൊക്കെ. പക്ഷെ നമുക്ക് മഞ്ഞത്തോടെ എക്സ്പീരിയൻസ് ചെയ്യുക, ട്രക്ക് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഈ വിൻ്റർ ട്രക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കല്ല നോർമൽ ടൈമിൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ പോകെ പറഞ്ഞുതരാം. ലൈക്ക് പെട്ടെന്ന് ഓർക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ അതാ ജുഡാക്ക തലാബിലേക്കുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ നെക്സ്റ്റ് വ്ലോഗിൽ നമുക്ക് കാണാം.